everyone, this is Shweta. My name is Inder and welcome to our Channel. Symphony Syndrome movie RDX. Let's watch it. Let's watch it. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ ഇവൻ ആ കോളനിയിൽ ഏതൊരു പെണ്ണിനെ സ്റ്റേജിന്റെ പുറകെ കാണാൻ ചെന്നെന്നോ എല്ലോ പറഞ്ഞെന്നോ അടിപൊളി നടന്നെന്നാണ് അവിടെ പറയുന്നത്. അവിടെ വേണ്ട പെണ്ണി വേണ്ട നമ്മൾ ഇഷ്ടത്തിന് അനുഭവിച്ചിട്ട് അപ്പാ ഞാനെങ്ങനെ തമ്മിൽ ഇഷ്ടത്തിന് അതിനെ നിനക്ക് ജീവനുണ്ടായിട്ട് വേണ്ടേ പ്രേമിക്കാൻ. അവിടെ നിന്ന് ഒരു പടയും കൊണ്ട് ഇളകി വരുന്നുണ്ട്. വെട്ടിയാ മുറി കൊടുന്ന ജാതിയാന്മാര്. പിന്നെ നീ കാല് തന്നെ വിളിച്ച ജയ്സൺ, അവന്റെ സ്ഥിതി എന്തെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. അതെനിക്ക് വന്ന് ഒരു കാര്യം പറഞ്ഞു. അതെ, നമുക്കിപ്പൊ തന്നെ പോയി ആ ജയ്സനെ ഒന്ന് കാണാം. പറയുന്ന കേക്ക് എന്നിട്ട് ഉള്ള പിടിപാടൊക്കെ വെച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ നോക്കാം. അതല്ല വേറെ വഴിയില്ല. Oh shit. Look at him. സംഭവിക്കാൻ പാടില്ലാത്തൊക്കെയാണ് സംഭവിച്ചത്. അവനൊരബദ്ധം പറ്റി. പിന്നെ നിന്റെ കയ്യിലിരിപ്പം അത്ര വെടിപ്പൊന്നും അല്ലല്ലോ. നീ ആയിട്ട് ചെന്ന കാര്യം വാങ്ങിച്ചേ. അതുകൊണ്ട് നമുക്ക് ഇരുകൂട്ടർക്കും തട്ടുകളില്ലാത്ത രീതിയിൽ ഒരു കാര്യം ഞാൻ കൊണ്ട് പറയാം. അപ്പൊ എല്ലാവരും ജാമ്യം പറയാമെന്നാണ് നടക്കൂല. നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാ തനിക്ക് പറ്റിയതൊന്നും ഞാൻ എന്തോ നിർമ്മതയോടെ നിൽക്കറിയാം. ക്ഷമിക്കണം, ഇതിന്റെ പേരിൽ എന്റെ ചെറുക്കണം അത്രയ്ക്കുന്നു. നിനക്കും കുടുംബത്തിന് വേണ്ട എന്തെന്ന് വെച്ചാൽ അറിയത്തരും. പിന്നെ ഇവിടുത്തെ ചെലവ് നോക്കിക്കോളും. കത്തിക്കുത്തും പൊട്ടാഷും ഒക്കെ ആയിട്ട് കുറെ കേസുകൾ സ്റ്റേഷനിൽ അട്ടിയിട്ട് കിടപ്പുണ്ട്. ചിലപ്പോ ഞാൻ അതൊക്കെ മറക്കും. നീ ശരിക്കും ആലോചിച്ചിട്ട് പറ. എന്തോ പറ്റുമെന്ന് പറയട്ടാ. ഉണ്ടായിരിക്കാം. അപ്പൊ ശരി സാർ, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് മറുപടി പറ. ഇനി അതല്ല മറിച്ചാണെങ്കിൽ നമുക്കൊന്നുകൂടി കാണേണ്ടി വരും. അവൻ എത്രയും പേര് ഇവിടുന്ന് മാറ്റണം. ചെറുക്കനെ നീ ഇവിടുന്ന് Damn, they are very much in hungry. This is the reason he is staying away from home. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. നീ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയേ പറ്റൂ. നീ അതല്ല നിനക്ക് ഒരു മോൻ മതിയെങ്കിലേ. വിനോദേ, നീ ഒന്ന് സമാധാനപ്പെട്. ബാംഗ്ലൂരിലുള്ള മേഴ്സിയുടെ ആംഗിളെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം അവന് ഇവിടുന്ന് മാറിയിക്കട്ടെ. പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോ നമുക്കവരെയും തിരിച്ചു വിളിക്കാമല്ലോ. പറയുന്ന കേക്ക്. അപ്പൻ നിങ്ങളെ തോന്നിയ വിളിച്ച് പറയുകയും ചെയ്തു.
മനസ്സ് വെച്ചിട്ടല്ല. അത് സാരില്ല. നീയും റോബർട്ട് കാരണം ആ സേവിയുടെ ജീവിതം കൂടിയാണ് കുഴപ്പത്തിലാവുന്ന ഞാൻ ആലോചിച്ചു. അങ്ങനായിട്ട് ഒരു പ്രശ്നം പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇനിയിപ്പോ പഴയ പോലെ ഒന്നും വേണ്ട. വേറൊന്നുമില്ല. അത്തോണിക്കൊരു കൂട്ടുകാരുടെ മോനെ മനസ്സിലാണ്ടപ്പോ പറയണത്. Feel bad for him, man. അന്ന് കാർണിവലിൽ നടന്നോത്തരായി. പിന്നെ കൊച്ചിക്കാരായിരുന്നു ഇനിയിപ്പോ നമ്മളുടെ തിരിച്ചേക്കും. അവൻ വഴിയിലും എനിക്കറിയില്ല. പക്ഷെ അവർ 3 പേരും ഒന്നിച്ച കൂട്ടത്തിലെടുത്തോളം തൊട്ടതിന്റെ പേരിൽ കൊച്ചിൻ കാർണിവലിൽ നിർത്തിച്ച ടീംസാണ് ഇപ്പൊ അവന്റെ കുടുംബത്തിൽ കയറി പണ്ടേക്കണേ. ഓരോന്നിനെ എണ്ണി എണ്ണി പൊക്കിയിരിക്കും. Easier. Easier. Yeah. Bam! This was crazy. But you know, I feel bad for Robert. Huh? See, yeah, like father has slapped him, and you know, he just went there to sort out everything, but they are still same. And now this was the backstory. Now we will see the continuation. What with the 3 reunits, then what will be happen? Like, Yes. Now he's back. yeah, actually fun. Let's see more, guys. So meanwhile, do like, subscribe, Share, comment, click on the bell icon.